ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം വാഹനങ്ങളിലെ ഒരു മെയിൻ പാർട്ടാണ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട്. ഓരോ വാഹനത്തിലും പല വിധത്തിലാകാരം അതിൻ്റെ കൺട്രോൾസ് വരുന്നത്. എന്നാൽ മാരുതി വാഹനങ്ങളിൽ എന്തെല്ലാം കൺട്രോൾസ് ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അരീന ആയിക്കോട്ടെ, നെക്സ മോഡൽസ് ആയിക്കോട്ടെ, ബേസ് മോഡൽ ഒഴികെ അതിൻ്റെ മുകളിൽ വരുന്ന എല്ലാ വേരിയൻസിലും സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്. ബേസ് മോഡൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നെക്സ മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ സിഗ്മ വേരിയന്റ്, അതേപോലെ അരീന വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ LXI വേരിയന്റ്. അതിൻ്റെ മുകളിൽ വരുന്ന VXI, ZXI, ZXI പ്ലസ്, നെക്സയിലാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ പ്ലസ്, സീറ്റ, അൽഫ പ്ലസ്, ഈ വേരിയൻസിലെല്ലാം സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. എന്നാൽ ഓരോ വേരിയൻസിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. വേരിയന്റ് വൈസ് നമ്മൾ ഡെൽറ്റയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീറ്റ, ഇതിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ വേരിയൻസിലും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. മാരുതിയിൽ ഡെൽറ്റ വേരിയന്റിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് കോളാണത്. അതായത് ഒരു മിഡിൽ വേരിയന്റിൽ വരുന്ന സ്റ്റിയറിംഗ് കോളാണ്. ഇതിൽ വരുന്ന കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ കോള്, അതായത് ഫോൺ നമ്മൾ ബ്ലൂടൂത്ത് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ എടുക്കാൻ, കോള് കട്ട് ചെയ്യാനുള്ള 2 ബട്ടൺസ് വരുന്നുണ്ട്. അതിന് തൊട്ടതായിട്ടാണ് വോയിസ് കമാൻഡ്. നമ്മൾ പല ഫംഗ്ഷൻസ് നമുക്കിത് വോയിസ് ത്രൂ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ബട്ടണാണ് ഇത് വരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ കൺട്രോൾസ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിലായിട്ട് 2 ആരോ മാർക്ക് കാണാം. നമ്മൾ ഫോൺ എന്തെങ്കിലും കണക്ട് ചെയ്തുള്ള സോങ്ങോ കാര്യങ്ങളോ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ ഫോർവേഡും റിവേഴ്സും ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് വരുന്നത്. ഇവിടെ ഒരു മ്യൂട്ട് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു മോഡ് ബട്ടൺ വരുന്നുണ്ട്. ഇതിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്. മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ FM, AM അതേമാതിരി ബ്ലൂടൂത്തിലോട്ടൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതിന് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സൗണ്ട് കൂട്ടാനും കുറക്കാനും പറ്റും. അപ്പ് ഡൗൺ വരുന്നുണ്ട്. ഇത്രയും കൺട്രോൾസ് ആണ് ഒരു മിഡിൽ ഓപ്ഷൻസിൽ വരുന്നത്. നമ്മൾ VX ആയിക്കോട്ടെ, ഡെൽറ്റ ആയിക്കോട്ടെ, ആ ഒരു വേരിയൻസിൽ വരുന്നൊരു കൺട്രോൾസ് ആണ് ഇത്രയും കൺട്രോൾസ് വരിക. ഇത് നമ്മൾ മാരുതിയിൽ ഒരു ടോപ്പ് വേരിയന്റിൽ വരുന്ന സ്റ്റിയറിംഗ് കോളാണ്. അതായത് അൽഫ, ZXI പ്ലസ്, ആ ഒരു വേരിയൻസിലൊക്കെ വരുന്ന ഒരു സ്റ്റിയറിംഗ് കോളാണ്. ഇതിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്കിതിൽ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഡെൽറ്റയിൽ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾസ് ആണ് നമുക്കിതിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. എന്നാൽ റൈറ്റ് സൈഡിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ കൺട്രോൾസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതായത് ക്രൂസ് കൺട്രോൾ, അതിന്റെ ബട്ടൺസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ, അതിന്റെ ടൈമിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ക്യാൻസൽ ചെയ്യാൻ, ഈ ഒരു ബട്ടൺസ് ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ വരുന്നത്. അത് ടോപ്പ് എൻഡ് വേരിയൻസിൽ മാത്രമാണ് ക്രൂസ് കൺട്രോൾ വരുന്നത്. അതിന്റെ കൺട്രോൾസിന്റെ ബട്ടൺസ് മാത്രമാണ് നമുക്ക് ഇതിൽ റൈറ്റ് സൈഡിൽ വരിക. അപ്പോൾ ഡെൽറ്റനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസും കൂടി ടോപ്പ് വേരിയന്റിൽ ആഡ് ആവും. മാരുതിയിൽ വരുന്ന മറ്റൊരു സ്റ്റിയറിംഗ് കോളാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. നമ്മളെ ജിംനി, അതേപോലെ തന്നെ ഇഗ്നീസ്, അത്തരം വേരിയൻസിലാണ് ഇത് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതിൽ കാര്യമായൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ ബട്ടൺ വരും. ഇൻഫോ എന്നൊരു ബട്ടൺസ് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ MIDയിലെ സെറ്റിങ്സും കാര്യങ്ങളും സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാകെ മാരുതിയിൽ വരുന്നത് നമ്മളെ ഇഗ്നീസിലും അതേപോലെ ഈ ജിംനി എന്ന വാഹനത്തിലും ഈ ഒരു ഇൻഫോ എന്നുള്ള ബട്ടൺ സ്റ്റിയറിംഗിൽ വരും. അത് നമ്മൾ MIDയിലെ സെയിം സംഭവങ്ങൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മാരുതിയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് കോളം. കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റ, അതേപോലെ തന്നെ അൽഫ വേരിയൻസിലൊക്കെ കാണുന്ന പോലെ തന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. സ്റ്റിയറിംഗിൽ നമ്മൾ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. അതേപോലെ തന്നെ കോൾ എടുക്കാൻ, കട്ട് ചെയ്യാൻ, വോയിസ് കമാൻഡ് കാര്യങ്ങളൊക്കെ വരുന്ന ബട്ടൺസ് ഇതിലുണ്ട്. പക്ഷെ ഇതിന് അഡീഷണൽ ആയിട്ട് മോഡ്, അതേപോലെ തന്നെ ഇവിടെ 2 ആരോ മാർക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര പോലെ അതേമാതിരി ഇൻവിറ്റോ പോലെ വാഹനങ്ങളിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഫുള്ളി കൺട്രോൾ നമ്മൾ സ്റ്റിയറിംഗിലാണ് വരുന്നത്. നമുക്ക് നോർമൽ വാഹനങ്ങൾ പോലെ ഡെൽറ്റ അല്ലെങ്കിൽ VXI, ZXI പോലെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വേറെ നോബ്സോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അപ്പോൾ അതിന്റെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും സ്റ്റിയറിംഗിലാണ് വരുന്നത്. അത് ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അത് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺട്രോൾസ് മൊത്തം നമുക്ക് സ്റ്റിയറിംഗിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൽ ഇത്തരം സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.